നമസ്കാരം. സംസ്ഥാനത്ത് വീണ്ടും ഒരു മൈൻഡ് റീഡിംഗ് പരാജയം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുവാൻ മാധ്യമപ്രവർത്തകർക്ക് നാവില്ലെന്ന ആക്ഷേപം. മനസ്സിലുള്ള ചോദ്യം എനിക്കെങ്ങനെ അറിയാമെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു. പക്ഷേ ഉത്തരം നൽകിയത് ചില പ്രത്യേക മൈക്കുകൾക്ക് മാത്രമാണ്. കൈരളിയും ദേശാഭിമാനിയും ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വാത്സല്യം വിടർന്നു. എന്നാൽ മറ്റു മാധ്യമങ്ങൾ കൈപ്പൊക്കിയാൽ മുഖ്യമന്ത്രി വാച്ചിലേക്ക് നോക്കി സമയം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുന്നു. എന്തോ ഒന്ന് പറയാൻ മറന്നതുപോലെ മുഖ്യമന്ത്രി തിരികെ വന്ന് മാധ്യമപ്രവർത്തകരെ ശകാരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഒരു സൈക്കോളജി ക്ലാസ് എടുത്തു എന്ന് പറയുന്നതാകും ശരി. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, അത് പുറത്തേക്ക് വരണമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ സിദ്ധാന്തം. എന്നാൽ മൈക്ക് കിട്ടാതെ എങ്ങനെ ചോദ്യം പുറത്തു വരുമെന്ന മാധ്യമപ്രവർത്തകരുടെ യുക്തിക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉദ്ദേശശുദ്ധി എന്ന തുറപ്പിച്ചിട്ട് പുറത്തെടുത്തു. ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടെന്നും ആ ഉദ്ദേശം പത്രസമ്മേളനം അലങ്കോലപ്പെടുത്തലാണെന്നും അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിനിടെ കടക്ക് പുറത്ത് എന്ന ഡയലോഗിന്റെ രണ്ടാം ഭാഗം പ്രതീക്ഷിച്ചവർക്ക് അല്പം നിരാശയുണ്ട്. ഇത്തവണ കടക്ക് പുറത്ത് എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ചോദിക്കാൻ പഠിച്ചിട്ട് വാ എന്ന ലളിതമായ ഉപദേശമാണ് നൽകിയത്. പത്രസമ്മേളനം വന്നത് ചോദ്യം ചോദിക്കാനുള്ളതല്ല, മറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് തലയാട്ടി തിരിച്ചു പോകാനുള്ളതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ആദ്യം മുഖ്യമന്ത്രിയുടെ ഫ്രീക്വൻസിയിൽ വരണം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ മനസ്സിൽ തന്നെ ഇരിക്കും. മുഖ്യമന്ത്രി കാറിൽ കയറി പോവുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുമായി ഉണ്ടായ തർക്കം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ച് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് തർക്കത്തിന് കാരണമായത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൈരളി, ദേശാഭിമാനി എന്നീ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി നൽകി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതിൽ മറ്റ് മാധ്യമപ്രവർത്തകർ പ്രതിഷേധവും അറിയിച്ചു. ഇത് സ്ഥിരം ശൈലിയാണെന്നും മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചു. തുടർന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പരാമർശിച്ചത്. സമയം പരിമിതമായതിനാലാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ സംഭവത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനത്തെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ് പങ്കുവച്ചത്. ഇക്കാലത്തും അടിമകളല്ലാത്ത മാധ്യമപ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് നല്ലതാണ്. ഇറങ്ങി ഓടുമ്പോൾ തട്ടി വീഴലെ വിജയ എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ നേരിടുന്നതിലെ അതൃപ്തിയാണ് ഈ പോസ്റ്റിലൂടെ അദ്ദേഹം ഉന്നയിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലെ ഈ സംഭവ വികാസങ്ങളിൽ പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ചോദ്യങ്ങളെ നേരിടാൻ ഭയപ്പെടുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങുന്നതല്ല പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള പോര്. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വാശിയേറിയ പോര് കാലങ്ങളായി തുടരുന്നതാണ്. മുൻപ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കാലം മുതൽക്കേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഭരണശൈലിയും കടന്നാക്രമിക്കുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണങ്ങളിലും മാസപ്പടി വിവാദങ്ങളിലും രാഹുൽ ഉയർത്തിയ വിമർശനങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. എന്നാൽ സമീപകാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണ കേസുകളിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതോടെ ഈ പോര് വ്യക്തിപരമായ തലങ്ങളിലേക്ക് കൂടി വളർന്നു. പരാതിക്കാരി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ പോലീസ് നടപടികൾ വേഗത്തിലാക്കിയതും വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. കോൺഗ്രസ് രാഹുലിനെ കൈവിട്ടപ്പോഴും മുഖ്യമന്ത്രി പത്രസമ്മേളനങ്ങളിൽ രാഹുലിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത് നാം കണ്ടതാണ്. ഈ പകപോക്കലിന്റെ പശ്ചാത്തലത്തിൽ വേണം രാഹുലിന്റെ പുതിയ പോസ്റ്റിനെ കാണുവാൻ. പിണറായി വിജയന്റെ മാധ്യമ ശൈലികളിലേക്ക് വന്നാൽ മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ മനോഭാവം എന്നും ചർച്ചയാണ്. കടക്ക് പുറത്തെന്ന വാക്കിലൂടെ മാധ്യമങ്ങളെ ആട്ടിയകറ്റിയ ചരിത്രം മുതൽ പത്രസമ്മേളനങ്ങളിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് താൻ ആരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുന്ന ശൈലി വരെ ഇതിന് ഉദാഹരണമാണ്. തനിക്ക് താല്പര്യമുള്ള മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് പാർട്ടി പത്രങ്ങൾക്കും ചാനലുകൾക്കും മാത്രം അവസരം നൽകുകയും മറുപടി വിശദീകരിക്കുകയും ചെയ്യുക. ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകന് പിന്നിൽ മറ്റ് അജണ്ടകൾ ഉണ്ടെന്ന് പരസ്യമായി ആരോപിക്കുക. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പ്രയോഗം ഇതിന്റെ ഭാഗമാണ്. ചോദ്യം വ്യക്തമായി ചോദിക്കാത്തവർക്ക് മറുപടി നൽകില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് വായിക്കാൻ ഞാൻ മനഃശാസ്ത്രജ്ഞനല്ല എന്ന് പരിഹസിക്കുകയും ചെയ്യുക. ചുരുക്കത്തിൽ ചോദ്യങ്ങളെ നേരിടുന്നതിനേക്കാൾ ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രി പലപ്പോഴും അവലംബിക്കുന്നത്. ഈ ഓടി രക്ഷപ്പെടൽ ശൈലിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പോസ്റ്റിലൂടെ ഇപ്പോൾ കുത്തിനോക്കുന്നത്.
പിണറായി വിജയന്റെ മാധ്യമങ്ങളോടുള്ള സമീപനം ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. അത് വെറുമൊരു ദേഷ്യമല്ല, മറിച്ച് തനിക്ക് വഴങ്ങാത്ത മാധ്യമങ്ങളെ അപ്രസക്തമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. മുൻപ് ലാവ്ലിൻ കേസ് മുതൽക്കേ മാധ്യമങ്ങൾ തനിക്കെതിരെ സിൻഡിക്കേറ്റായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഇത് മാധ്യമ പ്രവർത്തകരെ നേരിട്ട് ആക്രമിക്കാനും അവരുടെ ചോദ്യങ്ങളെ അവഗണിക്കുവാനും അദ്ദേഹത്തിന് ഒരു മറയായി മാറി. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ മീറ്റിംഗിൽ നിന്ന് ഇറക്കിവിട്ടതും മൈക്കിന് മുന്നിൽ ചോദ്യം ചോദിക്കാൻ വന്നവരോട് മാറി നിൽക്കങ്ങോട്ടെന്ന് ആക്രോശിച്ചതും കേരളം കണ്ടതാണ്. സ്വർണ്ണക്കടത്തല്ലെങ്കിൽ മാസപ്പടി വിവാദം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ വരുമ്പോൾ പത്രസമ്മേളനങ്ങൾ മാസങ്ങളോളം ഒഴിവാക്കുന്നതും പകരം തനിക്ക് താല്പര്യമുള്ള ചോദ്യങ്ങൾ മാത്രം വരുന്ന വേദികൾ തിരഞ്ഞെടുക്കുന്നതും അദ്ദേഹത്തിന്റെ സ്ഥിരം രീതിയാണ്. ഇങ്ങനെയുള്ള ഒരു കരുത്തനായ മുഖ്യമന്ത്രിയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും നിരന്തരം പ്രകോപിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചുകളിലും സമരവേദികളും പിണറായി വിജയനെ ഏകാധിപതി എന്ന് വിളിച്ചുകൊണ്ടാണ് രാഹുൽ ശ്രദ്ധിക്കപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കത്തെയും കൃത്യമായ ട്രോളുകളിലൂടെയും രാഷ്ട്രീയ ചോദ്യങ്ങളിലൂടെയും രാഹുൽ പ്രതിരോധിച്ചു. രാഹുലിനെതിരെയുള്ള പോലീസ് നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോഴും തന്നെ തളർത്താൻ പിണറായിക്ക് കഴിയില്ലെന്ന വാശിയിൽ തന്നെയാണ് രാഹുൽ. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും മുഖ്യമന്ത്രി നേരിട്ട് വെല്ലുവിളിക്കുന്ന ശൈലി അദ്ദേഹം തുടർന്നു. ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാധ്യമ പ്രവർത്തകർക്ക് പിന്തുണ നൽകുക മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ തകർന്നു വീഴുകയാണെന്ന് സ്ഥാപിക്കുകയാണ് രാഹുൽ ശ്രമിക്കുന്നത്. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, അത് പുറത്തേക്ക് വരണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ചോദ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം അസ്വസ്ഥനാകുന്നത്? മാധ്യമ പ്രവർത്തകർ അടിമകളാണെന്ന് കരുതുന്ന കാലം കഴിഞ്ഞു എന്ന രാഹുൽ മാങ്കുട്ടത്തിലെ പരിഹാസം മുഖ്യമന്ത്രിക്ക് വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളി തന്നെയാണ്. രാഹുലിന്റെ പോസ്റ്റുകൾക്ക് താഴെ നിരവധി കമന്റുകളാണ് ഉയർന്നു കഴിഞ്ഞത്. വീർ പാറമൽ എന്നൊരാൾ കുറിച്ചത് ഭയമാണ് ഇയാൾക്ക്, ഇയാൾ ഇന്ന് ജീവിക്കുന്നത് ഭയത്തിന്റെ പുറത്താണ്. കാരണം പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളാത്ത ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്ത് താങ്കളെ അടക്കം ക്രൂശിച്ചതിനു മുന്നിൽ ഒരു കഥയും തിരക്കഥയും ഉണ്ട്. സത്യമായിട്ട് അതിന് യാതൊരു പുനബന്ധം പോലുമില്ല. ഇത് ഇയാൾക്കും അയാളെ PR ടീമിനും ഇയാളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വലയത്തിനും അറിയാം. എന്ന് ഭരണം നഷ്ടപ്പെടുന്നുവോ അന്നൊക്കെ അത് ചികഞ്ഞു പുറത്തേക്ക് വരും. അന്ന് ഈ കള്ളും കഞ്ചാവും അടിച്ച് തെരുവ് സമരം ചെയ്യുന്ന വസീഫിനും ടീമിനും ഒന്നും അതിനെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയും ശക്തിയും ഇല്ലാതായിട്ടുണ്ട് എന്നാണ് ഒരു കമന്റ് ഉയർന്നത്. ഇനി ഗോപിനാഥ് ഗ്രീൻവില്ല എന്നൊരാൾ കുറിച്ചത് പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നാണ്. മെയ് 4 കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കാണില്ല. സമയം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകണം. ഈ ചെറ്റത്തരം 10 വർഷമായിട്ട് തുടരുന്ന നാടകമാണ്. ഇനി അത് നടക്കില്ല. ആനക്കൊമ്പൻ വെറും പൂച്ചയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. മോഹൻ എന്നൊരാളും കുറിക്കുന്നുണ്ട്, ഇനി നാളെ എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നിർത്തി മുഖ്യമന്ത്രി. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പത്രസമ്മേളനങ്ങളിലേക്ക് ക്ഷണിക്കണോ എന്ന് മാധ്യമ പ്രവർത്തകർ. തിരിച്ചെത്തി മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി എന്നായിരുന്നു പരിഹാസത്തോടെയുള്ള ആ കമന്റ്. ഇനി അസ്ലം P കുട്ടപ്പള്ളി എന്നൊരാൾ കുറിക്കുന്നത്, ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങളാണെങ്കിലും അതിന് പിന്നിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്കകളാണ്. ഉത്തരമില്ലാതെ വരുമ്പോൾ ആക്രോശിക്കുന്നത് പരാജയപ്പെട്ടൊരു ഭരണാധികാരിയുടെ അവസാനത്തെ തന്ത്രവും. ജനങ്ങളുടെ ചോദ്യങ്ങളെ ഭയക്കുന്ന അഹങ്കാരത്തിന് ജനം മറുപടി നൽകും. സുകുമാരന കൃഷ്ണൻ എന്നൊരാൾ കുറിക്കുന്നത്, ഇലക്ഷൻ നടക്കുന്തോറും താൻ 10 വർഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഇല്ലാതാകാൻ പോകുന്നുവെന്ന വിഭ്രാന്തി വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സാവധാനം ശരിയാകും, സാരമില്ല, സത്യമായി പുറത്തുപെടുവാൻ സമയമെടുക്കുമെന്നാണ്. എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുള്ള മാധ്യമ പ്രവർത്തകരും അവർക്ക് പിന്തുണമായി നിൽക്കുന്ന പ്രതിപക്ഷവും മുഖ്യമന്ത്രിക്ക് വലിയൊരു തലവേദനയും മാറിക്കഴിഞ്ഞു.